സ്ട്രോങ് ഫേസ് ഭയങ്കര രസമാട്ടോ. വെൽക്കം ബാക്ക് ടു എൻജോയ്ക്ക്. നമ്മൾ റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് കരാത്തെ സാബു എന്റെ കർത്താവ് സാബു കരാത്തെ ബാബു കരാത്തെ ബാബു എന്ന് പറയുന്ന മൂവിയുടെ ടീച്ചറാണ്. സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഇപ്പൊ കുറച്ചു നേരത്തേക്ക് മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നാണ് ഈ ഒരു മൂവിയുടെ ടീച്ചർ വന്നിട്ടുണ്ട് എന്നുള്ളത്. ഇറങ്ങിയെന്നല്ല, കുറച്ചു നേരത്തേക്ക് മുന്നെയാണ് കണ്ടത് ഇത് വന്നിട്ടുണ്ട് എന്നുള്ളത്. ആൻഡ് കണ്ടപ്പോഴാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലായി നമ്മുടെ ജയൻ രവിയുടെയാണ്. നമ്മൾ എത്രയൊക്കെ അദ്ദേഹത്തിന്റെ പേര് മാറ്റി എന്ന് പറഞ്ഞാലും വായിൽ അങ്ങനെ അങ്ങനെ പറഞ്ഞു ശീലിച്ചേക്കുന്നുണ്ടിട്ട് പെട്ടെന്നൊരു എന്തായിരുന്നു രവി മോഹൻ. ഓക്കെ, പേരൊക്കെ നല്ല രസമാണ്. ശരിക്കും പേര് അതാണ് ആളുടെ. കാരണം എന്ന് വെച്ചാൽ ജയം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഫസ്റ്റ് മൂവി ആയതുകൊണ്ട് അതിനകത്ത് ഇട്ടു എന്നേ ഉള്ളൂ. പക്ഷെ എന്നാലും നമ്മൾ കുറെ വർഷം ആ സമയത്ത് തന്നെ ചിലപ്പോ പേര് മാറ്റിയിരുന്നെങ്കിൽ പ്രശ്നമില്ല. ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് മാറ്റിയപ്പോഴാണ് നമുക്ക് പറഞ്ഞു പെട്ടെന്ന് എന്താ പറയാ രവികുമാർ എന്തൊക്കെയോ വരുന്നു വായത്. അപ്പൊ എന്ന് വെച്ചാൽ അതുകൊണ്ടാണ് നമുക്ക് എപ്പോഴും പരിചയമുള്ള ഒരു പേര് അതാണ്. ചിലപ്പോ ഇനി ഈ പേര് കുറെ കേട്ട് ചിലപ്പോ ഇതാവാം. ഈ പേരിൽ സിഗ്നേച്ചർ ഉണ്ടാക്കണം. കാരണം മറ്റേ പേരിൽ ഓൾറെഡി സിഗ്നേച്ചർ ഉണ്ട്. ആളുടെ സ്ട്രോങ് ആയിട്ടുള്ള കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട്, റൊമാൻറ്റിക് ആയിട്ടുള്ളതുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് എപ്പോഴും ഇഷ്ടമുള്ളൊരു പടമാണ് തനിയൊരുവൻ. ഭയങ്കര സ്ട്രോങ് പോലീസായിട്ട് എപ്പോഴും എനിക്കൊന്ന് ഇപ്പം അടുത്ത് തന്നെ പൈളിമാണിയുടെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ഇന്റർവ്യൂ സമയം രവിമോഹൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടായ സമയത്ത് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു എല്ലാവരും ഭയങ്കര ഇഷ്ടമുള്ള അതാ സംഭവം. അല്ല, അദ്ദേഹത്തിൻ്റെ ഒരു സംഭവം കേട്ടായിരുന്നു. അതായത് ആള് ഡാൻസും പഠിച്ചിട്ടുണ്ട്, പിന്നെ മാർഷൽ ആർട്സും ചെയ്തിട്ടുണ്ട്. രണ്ടും പഠിച്ചിട്ടുള്ളതാണ് കരാത്തെ. അതറിയില്ല കേട്ടോ. പക്ഷെ ആളുടെ അത് ഫ്ലെക്സിബിലിറ്റി നമ്മൾ കാണാറുണ്ട് മൂവീസിലല്ലേ. ഇപ്പൊ ഇവൻ ഇത്രയും ഇതായിട്ട് കോമാളിയിൽ ചെയ്തപ്പോഴടക്കം ആ ഒരു സംഭവം നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇവൻ തനിയൊരുവനാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് മൂവി അദ്ദേഹത്തിന് തനിയൊരു. കാരണം ആള് കലിപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു ഇമോഷനും കൂടി ഫേസിൽ വരുമ്പോൾ ഭയങ്കര രസമാണ് കാണാൻ, ഇല്ലേ? നമുക്കൊരു ഭയങ്കര ഒരു ഫീൽ കിട്ടും. അത് ഇപ്പൊ ഈവൻ പരാശക്തിയുടെ ട്രെയിലറിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വില്ലനായിട്ട് വന്നപ്പോഴും ഭയങ്കര രസമുണ്ടായിരുന്നു. കറക്റ്റ് SKക്ക് മേലെ നിൽക്കുന്നൊരു വില്ലൻ, അങ്ങനെ വേണമെങ്കിൽ പറയാല്ലേ. അപ്പൊ എന്തായാലും ഇതിന്റെ ഡയറക്ടർ ഗണേഷ് കെ ബാബു ആണ്. എനിക്ക് അറിയില്ല. സാം CS ആണ് മ്യൂസിക് ഡയറക്ടർ. ഗണേഷ് കെ ബാബു എനിക്ക് അറിയില്ല, സത്യമായിട്ട് എനിക്ക് അറിയില്ല. അപ്പൊ നമുക്ക് എന്തായാലും കണ്ടു നോക്കാം. റെഡി? ஒன்னா சேர்ந்து மைனாரிட்டியை மெஜாரிட்டி ஆக்குனது எங்க தலைவர் இல்ல, மறைஞ்ச உங்க தலைவர் தான். இது ரொம்ப தப்புங்க. இந்த தலைவரை நீங்க தப்பா பேசுறீங்களா, அவமானப்படுத்துறீங்களா? அதுவும் மறைஞ்ச முன்னாள் முதலமைச்சரை நீங்க அசிங்கப்படுத்தி கொச்சப்படுத்தி பேசிருக்கீங்க. பொலிட்டிக்ஸ் சட்டையை வச்சு அரசியல் பண்ணலாம்னு பார்த்தேன். ஒரு வேலை அண்ணன் செத்துட்டா உன் நிலைமை அப்படின்னாப்பா. ஆட்சி நிலத்தில் 24 நாள் சொல்லு இடைத்தேர்தல் வாய்ப்பு ஸ்ட்ராங் ஆனല്ലോ. ஒரு பாபாவை பற்றி தெரியுமா? ஏன் தெரியும்? ഭയങ്കര ബിൽഡപ്പ്. ഭയങ്കര സ്ട്രോങ് ഫേസ്, ഭയങ്കര രസമാട്ടോ. தொழிலுக்காக அரசியல் பண்றது, நான் அரசியலை தொழிலா பண்றேன். പേരതല്ലേ ഇനി കറക്റ്റ് കാണിക്കുന്നുണ്ടല്ലോ. அந்த பொலிட்டிக்ஸ் உண்டு. குடும்பம் என்று கவிச்சா கூட அவங்க தரங்கு ஊருக்குள்ள குடி வர வரைக்கும் வேட்டக்காரனை பத்தி தான் அந்த ஊரே பேசும். ஒரு நாள் குடி வரும். ശരിക്കും പേര് ഇത് തന്നെയാണ്. അറിയില്ല, കരാട്ടെ കിഡൊക്കെ പോലെ ഉദ്ദേശിച്ചത്. പെട്ടെന്ന് എന്താ പറയാ പേര് കേൾക്കുമ്പോ കരാത്തെ ബാബു നിൽക്കുമ്പോ ഒരു കരാട്ടെ കിഡ് അല്ലേ, കുറച്ചും കൂടി ഒരു സ്പോർട്സിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു സ്ഥലത്ത് മാത്രം മറ്റേത് കാണിച്ചു നമ്മളെ. എല്ലാ പടത്തിലും ഉണ്ടാവും. പിന്നെ ഫൈറ്റ് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് പറയോ, അതല്ല അതിൻ്റെ അകത്തൊരു നരേഷനിൽ അവർ ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആക്ച്വലി. അതായത് പൊളിറ്റിക്സ് ഉണ്ട്, പിന്നെ എന്തൊക്കെ ഉണ്ട്. അതായത് കുറച്ച് റിയലിസ്റ്റിക് ആണ് ഏകദേശം കാണുമ്പോൾ അല്ലേ. അതായത് റിയലിസ്റ്റിക് കമേഴ്ഷ്യൽ മൂവിൻ്റെ ഒരു ഫോർമാറ്റാണ് പിടിച്ചിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ
ജയൻ രവി നമുക്ക് എപ്പോഴും ഞാനിപ്പോൾ നമ്മൾ ഈ ചെയ്യുന്നതിന് മുന്നേ പറഞ്ഞിരുന്നില്ല, അദ്ദേഹത്തിന്റെ ഫേസ് ആണ് ഭയങ്കര രസമുള്ള സംഭവം. കാരണം ആ കണ്ണിൽ വരുന്നൊരു ഇമോഷൻ വിത്ത് ആങ്കർ മോഡ് ഉണ്ടല്ലോ, അത് ഭയങ്കര രസമാണ് കാണാൻ. അത് ഇതിൻ്റെ അകത്ത് 1-2 സ്ഥലത്ത് കാണിക്കും ചെയ്ത്. അതെപ്പോഴൊരു എനിക്ക് തോന്നുന്നു എല്ലാ ഡയറക്ടേഴ്സും അത് എടുത്തിട്ടുള്ളൊരു സാധനം തന്നെയാണ്. കാരണം അത് കാണിക്കുമ്പോഴാണ് നമുക്കും ആ ഒരു ക്യാരക്ടറായിട്ട് കണക്ട് ചെയ്യുന്നത് ഇമോഷണലി. അത് ഇതിൻ്റെ അകത്ത് നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് കുറച്ചുകൂടി സ്ട്രോങ് ആണ്. അല്ലേ മൂവി എനിക്കൊന്ന് രവി മോഹൻ പേരിട്ടതിന് ശേഷം സിനിമകളൊക്കെ എടുക്കുന്നത് അങ്ങനെ തന്നെയാണോ, കുറച്ചും കൂടി നല്ല നല്ല സിനിമകൾ എടുത്ത്? കാരണം ആ പേര് സിഗ്നേച്ചർ പിടിക്കണല്ലോ, വേറെ ആളെ പോലെ. യെസ്, അത് വേറെ ആളാണ്. സെക്കൻഡ് 2.0 എന്നൊക്കെ പറയുന്നല്ലേ ഏകദേശം അല്ലെ, അതുപോലെ ഉണ്ട്. പേര് മാറ്റി കഴിഞ്ഞപ്പോ ആളും മാറിയ പോലെ. കാരണം നമ്മുടെ പണ്ടത്തെ ജയൻ രവി എന്ന് പറയുന്നത് നമുക്കറിയാലോ, എപ്പോഴും ഒരു ചിരിയോടെ വരുന്ന ഒരു ജയൻ രവി ഉണ്ടായിരുന്നു ഇല്ലേ. ഇപ്പൊ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, കുറച്ചുകൂടി ഭയങ്കര സീരിയസ് ആയിട്ട് ആ ഒരു ഭയങ്കര മെച്ചുവേർഡ്, ആളും മെച്ചുവേർഡ്, ഏജ് മെച്ചുവേർഡ് ആയ പോലെ തന്നെ ആളുടെ ആ ഒരു എടുക്കുന്ന ക്യാരക്ടർ മെച്ചുവേർഡ് ആയിട്ട് തന്നെയാണ് എടുക്കുന്നത്. അങ്ങനത്തെ റോളാണ് എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെയും ആവാം. അതായത് മൊത്തം ഒരു ട്രാൻസിഷൻ, അതായത് അദ്ദേഹത്തിന്റെ ആ ഒരു പേര് മാറ്റി കുറച്ചൊരു മെച്ചുവേർഡ് ആക്കിയ പോലെ. കാരണം നമുക്കിപ്പോ ഏകദേശം കേൾക്കുമ്പോൾ വലിയൊരു ആക്ടറിന്റെ ഒരു പേര് പോലെ ഉള്ളത് അല്ലേ. അപ്പോ എന്ന് വെച്ചാൽ മൊത്തത്തില് അങ്ങനെ ആയിരിക്കും ചിലപ്പോ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് തന്നെ ചിലപ്പോൾ തോന്നി. അത് ഞാൻ ഇന്റർവ്യൂവിൽ കേട്ടിട്ടുണ്ടായിരുന്നു. അതായത് ആൾ സ്വന്തമായിട്ട് എപ്പോഴും ഒരു ഇത് ഉണ്ടാക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ്. അതായത് കാരണം ആൾക്ക് ഓൾറെഡി ഒരു ഫിലിം ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ചേട്ടൻ സിനിമയിലാണ്, അച്ഛൻ സിനിമയിലാണ്, എല്ലാവരും സിനിമ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളാണ്. അപ്പം ആൾക്ക് സ്വന്തമായിട്ടൊരു സംഭവം ഉണ്ടാക്കിയെടുക്കാൻ എപ്പോഴും ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അത് ഓരോ സിനിമകളിലൂടെയും അദ്ദേഹം കാണിച്ചു വന്നിട്ടുണ്ട്. ഈവൻ പ്രദീപ് രംഗനാഥന്റെ പടമാണ് കോമാളി, പക്ഷെ എന്നാലും ഫസ്റ്റ് ഡയറക്ഷൻ മൂവിയാണ്. പക്ഷെ അതൊരു ജയൻ രവി മൂവി ആയിട്ട് വന്നത് അദ്ദേഹം ഡേറ്റ് കൊടുത്തോണ്ടാണ്. അല്ലെങ്കിൽ ആ പടം ചിലപ്പം വലിയ ഹിറ്റ് ആവണമെന്നില്ല. കാരണം നമുക്ക് പ്രദീപ് രംഗനാഥൻ ഫസ്റ്റ് തന്നെ അറിയാൻ പറ്റണമെന്നില്ലല്ലോ. കാരണം അതിന് ശേഷമല്ലേ അദ്ദേഹം വേറെ സിനിമകളിലൊക്കെ അഭിനയിച്ചത് ഇല്ലേ, പിന്നീടുള്ള സിനിമകളിലൊക്കെ അല്ല അഭിനയിക്കുന്നത്. അപ്പം ആ ഒരു മുഖം കാണിച്ചത് ജയൻ രവിനെയാണ്. കാരണം എന്താ, ആളുടെ ഒരു ലുക്ക് അതാണ്. അതിൻ്റെ ആൾക്കാർക്ക് നല്ലോണം പരിചയമുള്ള ഒരു ഫേസും കൂടിയാണ്. അപ്പോൾ ചിലപ്പോൾ അതായിരിക്കണം ആളിപ്പം ഒരു രവി മോഹൻ എന്നുള്ളൊരു പേരിൽ വന്ന് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള റോളാണ്. ഇപ്പോൾ വില്ലനായിട്ടാണ് പരാശക്തിയില്ലെങ്കിൽ ഇതിൻ്റെ അകത്തൊരു നായകൻ കം വില്ലൻ ടൈപ്പ് റോളാണ് വരുന്നത് ചെയ്യുന്നത്. ലാസ്റ്റ് ആ ഒരു കൈതി വെച്ചിട്ടുള്ള ഒരു സീനിൽ കാണിച്ചപ്പോൾ നല്ല രസമുണ്ട് ആ ലുക്ക് കാണാൻ വേണ്ടിയിട്ടല്ലേ. ഒരു രക്ഷയില്ല, ഒന്നും പറയാനില്ല, പൊളി പൊളി. അത് ഭയങ്കര കണ്ടന്റ് ഭയങ്കര സ്ട്രോങ് ഫീൽ ചെയ്യുന്നുണ്ട്. അതെ, അതായത് പേര് പോലെ അല്ല, പേര് അങ്ങനെയാണോ എന്നറിയില്ല, കറക്റ്റ് പേരെന്താണെന്ന് പറയാം. കാരണം ഞാൻ പെട്ടെന്ന് വായിക്കുന്ന സമയത്ത് അതുപോലെയൊക്കെ ഉള്ളത് പറഞ്ഞിട്ടില്ല വേറെ. അങ്ങനെ ബാബുന്ന് മാത്രമേ ബാബുവിനെ അറിയാമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കറക്റ്റ് ബാബുവിനെ അറിയാമെന്ന് ചോദിക്കില്ല. ഞാൻ അങ്ങനെയാണോ നിക് നെയിം എന്ന് അറിയില്ലല്ലോ, എന്താ സംഭവം എന്നറിയില്ല. അത്രയേ ഉള്ളൂ. നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് ബോക്സിൽ പറയാം. അടുത്ത വീഡിയോയിൽ കാണാം.